എൻ്റെ കുമ്പളങ്ങി എൻ്റെ സ്വന്തം നാടാണ്. ഞാനിവിടെയാണ് ജനിച്ചു വീഴുന്നത്, ഇവിടെ നിന്നാണ് വളർന്നത്. എന്നെ വളർത്തിയത് എൻ്റെ നാട്ടുകാർ. ഈ നാടുമായി ബന്ധപ്പെട്ട് ധാരാളം ചെറുതും വലുതുമായ തമാശ കഥകൾ. ആ തമാശ കഥകളിലൂടെയാണ് കുമ്പളങ്ങി ലോകം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങിയത്. അത് പിന്നീട് ഇതൊരു മാതൃകാ ടൂറിസം ഗ്രാമമായി മാറി. ഞാൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ആണിതൊരു മാതൃകാ ടൂറിസം ഗ്രാമമായി മാറ്റി. ഞാൻ ധാരാളം രാജ്യങ്ങളിൽ സഞ്ചരിച്ചു. അവിടെ കണ്ട മാതൃകകളാണ് എൻ്റെ പല രൂപത്തിൽ കുമ്പളങ്ങിയിൽ കൊണ്ടുവന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോം സ്റ്റേകളാണ്. ഇന്ന് 40ഓളം ഹോം സ്റ്റേകൾ കുമ്പളങ്ങിയിലുണ്ട്. സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലെ പുറത്തുനിന്ന് വരുന്ന താമസിക്കാം, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാം, ഞങ്ങളുടെ കലാപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയും. അങ്ങനെ നമുക്കൊരു അന്യതയില്ലാതെ ഒരു സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് പോലെ താമസിച്ച് ഈ മനോഹരമായ കുമ്പളങ്ങിയുടെ ഭംഗികൾ, പ്രകൃതി ഭംഗികൾ ഒക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആകർഷണ ഉള്ള ഒരു ഗ്രാമമായി കുമ്പളങ്ങി മാറി. അതോടൊപ്പം ഞാൻ കുമ്പളങ്ങി കഥകൾ, ഏകദേശം 8ഓളം പുസ്തകങ്ങൾ ഞാൻ കുമ്പളങ്ങി കഥകളുമായി ബന്ധപ്പെട്ട് നടത്തി. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ കുമ്പളങ്ങിക്കാരുടെ പ്രത്യേകത, ഞങ്ങൾ പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. എന്ത് കിട്ടിയാലും ഇപ്പോൾ ഒരു പുതിയ തെങ്ങ് പഴച്ചാൽ ആദ്യത്തെ കുറെ പള്ളിക്ക് കൊടുക്കും. മീൻ പിടിക്കാൻ പോയാൽ അധികം മീൻ കിട്ടിയാൽ വിൽപ്പനയേക്കാൾ അപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കൾ കൊടുത്തേക്കും. ഈ ഒരു സ്വഭാവമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ട്രസ്റ്റ് തുടങ്ങാനുണ്ടായതിൻ്റെ പശ്ചാത്തലം അതാണ്. ഞാൻ 2001 എറണാകുളത്ത് MLA ആയിരുന്ന സന്ദർഭത്തിൽ എറണാകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് തൊട്ട് സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഒരു വാർഷിക പരിപാടി ചെന്നപ്പോൾ കുട്ടികൾ കുറവ്. എന്നാൽ ഈ സ്കൂളിൽ ചുറ്റും ധാരാളം സ്ലംസ് ഉണ്ട്, ധാരാളം ആളുകൾ താമസിക്കും. ഇപ്പം ഞാൻ സിസ്റ്ററോട് എന്താ സിസ്റ്റർ കുട്ടികൾ വരാത്തത്? സിസ്റ്റർ പറഞ്ഞു, മാഷേ ഉച്ചഭക്ഷണത്തിന് ഗവൺമെൻറ് തരുന്ന 6 രൂപയാണ്, അത് കഞ്ഞിയും പയറും കൊടുക്കാൻ പറ്റത്തുള്ളൂ. കുട്ടികൾക്ക് താല്പര്യമില്ല, അവർ വരും. അങ്ങനെ ഞങ്ങൾ ആലോചിച്ച് അന്ന് 6 രൂപയാണ് സർക്കാർ കൊടുക്കുന്നതെങ്കിൽ അതോടൊപ്പം ഒരു 9 രൂപ കൂടിയിട്ട് 15 രൂപയുടെ ഭക്ഷണം കൊടുക്കാൻ. അത് എറണാകുളത്തെ കച്ചവടക്കാരും മറ്റു സുഹൃത്തുക്കളെ സഹായിച്ചത്. അത് വളരെ വിജയപ്രദമായി അത് എറണാകുളത്ത് മുഴുവൻ പരന്നു. അതിനുശേഷം അടുത്ത സാമ്പത്തിക അധ്യയന വർഷത്തിൽ വടതലയിലെ സെൻറ്റ് പീറ്റേഴ്സ് ക്രിസ്ത്യൻ സ്പോൺസർ, ഞാൻ വർക്ക് ചെയ്തില്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യും. അങ്ങനെ അത് വളർന്നു 50,000 കുട്ടികൾ കുറ്റഭക്ഷണം കൊടുക്കുന്ന വിദ്യാഭോഷണം പരിപാടിയായിട്ട് മാറി. കോവിഡ് വന്നപ്പോഴാണ് നിന്നുപോയത്. വീണ്ടും തുടങ്ങാനുള്ള ഒരു സംരംഭത്തിലാണ്. 20 ലക്ഷം മുട്ടയും ഏകദേശം 2 ലക്ഷം ലിറ്റർ പാലും കൊടുക്കുന്ന ഒരു പദ്ധതിക്കാണ് രൂപ നൽകിക്കൊണ്ടിരുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ ട്രസ്റ്റിന് തുടക്കം. അതോടൊപ്പം തന്നെ ഞാൻ കണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് അവർ വിദ്യാഭ്യാസ രംഗത്ത് അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാണ് ഈ SSLCക്കും പ്രീ ഡിഗ്രിക്കും A+ കിട്ടുന്ന എല്ലാ വിഷയങ്ങളും A+ കിട്ടുന്ന കുട്ടികൾക്ക് ഒരു സാമ്പത്തിക സഹായം കൊടുക്കും, സ്കോളർഷിപ്പ് കൊടുക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ സ്കോളർഷിപ്പ് പരിപാടികൾ തുടങ്ങി. ഞാൻ MP എന്ന നിലയിലും മറ്റു രീതിയിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ പല ഗ്രാമങ്ങളിലും പോകാറ്. അവിടെ ചില വീടില്ല പലർക്കും. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നേഹവീട് പദ്ധതി ആരംഭിക്കും. ആ വീട് ഇപ്പോൾ ഏകദേശം 100 വീടുകൾ ഞങ്ങൾ ഇതിനകം പണിത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ലോകം, എങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള വലിയ ആളുകൾ വളർന്നു. ഞങ്ങൾ മെട്രോസി തന്നെ കൊണ്ടുവന്ന് കുട്ടികളെ പരിചയപ്പെടുത്തി, ഡോക്ടർ മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങളെപ്പോലെ തന്നെ വളർന്നു വന്നവരാണ് ഇവർ, നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. ഇങ്ങനൊരു കാഴ്ചപ്പാടിലാണ് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള ധാരാളം പദ്ധതികൾ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിയും. എനിക്ക് അഭിമാനം കുമ്പളങ്ങിയെക്കുറിച്ചാണ്. കാരണം കുമ്പളങ്ങിയിലെ പരസ്പരം സഹായിക്കുന്നൊരു കാഴ്ചപ്പാട്. എൻ്റെ അപ്പനും അമ്മയും ഒക്കെ തന്നെ പെരുന്നാളിനൊക്കെ എന്താ ചെയ്യുക, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അടുത്ത അയൽക്കാരെയൊക്കെ വിളിക്കും, അവരോടുമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 8ാമത്തെ മകനാണ്. എൻ്റെ മാമോദീസ കഴിഞ്ഞ് കുമ്പളങ്ങിയിലെ ഒത്തിരി ആളുകൾ പാവപ്പെട്ട ആളുകൾ വിളിച്ച ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. അപ്പം ആ ഒരു
എനിക്ക് കിട്ടിയ എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ഒരു പരിശീലനം കാഴ്ചപ്പാട്. എൻ്റെ നാട്ടിൽ നിന്ന് സ്നേഹം, വലിയ സ്നേഹമാണ്. ഞാൻ 84 മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കുമ്പളങ്ങി. അവർ രാഷ്ട്രീയമാക്കിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവസാനം വോട്ട് ചെയ്തപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. ആ സ്നേഹബന്ധം ഇന്നും തുടരുകയാണ്. ആ ഒരു കുമ്പളങ്ങിക്കാരൻ എന്നെനിക്ക് ലോകം മുഴുവൻ പറയാൻ എപ്പോഴും സന്തോഷമാണ്.